ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പറയാൻ പോകുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച പാരച്യൂട്ട് ബേബി നറിഷിംഗ് ലോഷനെ കുറിച്ചാണ്. ഇതിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ആൻഡ് കോക്കനട്ട് മിൽക്കൊക്കെ അടങ്ങിയതാണ്. 24 hours മോയ്സ്ചറൈസ് ചെയ്യും, പ്രൊട്ടക്ട് ഫ്രം റാഷസ് ആൻഡ് റെഡ്നെസ്, ഡോക്ടേഴ്സ് സർട്ടിഫൈഡ്, ന്യൂ ബോൺ സേഫ്, അങ്ങനെയൊക്കെയാണ് ഇതിൽ എഴുതിയേക്കുന്നത്. 325 രൂപയുടെ ബോട്ടിലാണ്. എനിക്കിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 182 രൂപയ്ക്കാണ് കിട്ടിയത്. 182 രൂപയ്ക്ക് കിട്ടിയപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതൊക്കെ എത്രത്തോളം നല്ലതായിരിക്കും എന്നുള്ളത്. പിന്നെ നോക്കിയിട്ട് കുഴപ്പമില്ല. ഞാനിത് കൊച്ചിന് വേണ്ടിയല്ല മേടിച്ചത്, എനിക്ക് വേണ്ടിയാണ് മേടിച്ചത്. ഒരു കയ്യിലൊക്കെ തൂക്കാനൊക്കെ ആയിട്ടൊരു മോയ്സ്ചറൈസിങ് ലോഷനായിട്ട് മേടിച്ചത്. അപ്പോൾ പാരച്യൂട്ടിൻ്റെ നമുക്ക് എപ്പോഴും ഒരു പ്രതീക്ഷയുണ്ടല്ലോ, അങ്ങനെ മേടിച്ചതാണിത്. റിവ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ അവർ പറഞ്ഞേക്കുന്നത് നോ പാരബൻസ്, നോ താലേറ്റ്സ്, നോ സിലിക്കൺസ്, ഡൈസ്, സൾഫേറ്റ്സ്, മിനറൽ ഓയിൽസ്. ഇതിൽ ബാക്കിയെല്ലാം നമുക്ക് കേട്ടുപരിചയമുണ്ട്. നോ താലേറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിനെയൊക്കെ സോഫ്റ്റൻ ചെയ്യുന്ന ഒരു കെമിക്കൽ ഏജൻ്റാണ്. നമ്മൾ ഇങ്ങനത്തെ ഓരോ സാധനങ്ങളിലൊക്കെ അത് സോൾവൻ്റായിട്ടും അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ ഇതിലെല്ലാം എഴുതിയിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ pH എത്രയുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. 410 ml ആണേ. 182 രൂപയ്ക്ക് മേടിച്ചു. നല്ലതാണ്, കൈയൊക്കെ മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. എനിക്കിത് തൂത്തതിൻ്റെ പേരിൽ ഒരു അലർജിക് റിയാക്ഷൻ പോലെയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കൊച്ചിന് ഞാൻ ഇത് യൂസ് ചെയ്തു കേട്ടോ. അവളുടെ മുട്ടയിൽ, കൈമുട്ടയിലും കാൽമുട്ടൊക്കെ ഇച്ചിരി ഡ്രൈ ആയിട്ടിരിക്കുന്നത്. സാധാരണ മഞ്ഞളിട്ട് തിളപ്പിച്ച എണ്ണ അവളെ മേലിൽ തേക്കാൻ യൂസ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ക്രീമോ അങ്ങനെയൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇതപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചതായിരുന്നു. അപ്പോൾ അവളുടെ കൈമുട്ടയിലൊക്കെ ഞാൻ തൂത്ത് കൊടുത്തു നോക്കി. കാൽമുട്ടും കൈമുട്ടൊക്കെ എപ്പോഴും ഈ നിലത്തെ കൂടി എല്ലാം കിടന്ന് ഈ മുട്ടയെ കുത്തിയും കളിച്ചുമൊക്കെ നടക്കുവാണല്ലോ. അപ്പോൾ അത് തൂത്ത് നോക്കി കഴിഞ്ഞപ്പോൾ നല്ലതാണ്, അവൾക്കും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. സ്ഥിരമായിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം ഇതെല്ലാം കെമിക്കൽസ് ചേർന്ന സാധനങ്ങളാണ്. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നാച്ചുറലായിട്ടുള്ള എണ്ണയും അതും ഇതൊക്കെ തേപ്പിക്കുന്നതാണ് നല്ലത്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ അത്ര ഡ്രൈയിങ് ആയിട്ടുള്ള കാലാവസ്ഥയല്ല, എണ്ണയൊക്കെ മതിയാവും. പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ ഇച്ചിരിയും കൂടി ഒന്ന് മോയ്സ്ചറായിട്ടിരിക്കാനും ഒരു നല്ല സ്മെല്ല് കിട്ടാനൊക്കെ ഇങ്ങനത്തെ യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിനോട് എനിക്കും താല്പര്യമില്ല. വല്ലപ്പോഴും അവർക്ക് മേത്ത് തൂത്ത് കൊടുക്കുന്നതിൽ തെറ്റുണ്ടെന്നും തോന്നുന്നില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.